ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൂടുതൽ വശം ഡബ് ചെയ്യാനെ പറ്റുള്ളൂ. എന്താ വെച്ചാൽ രാവിലെ ഞാൻ ഹായ് പറയാനും എടുക്കാനും, പക്ഷേ നമ്മുടെ കിണർ പണി നടക്കാനും കിണറ്റിലെ വെള്ളം മോട്ടർ അടിച്ച് പറ്റിക്കാനും എപ്പോഴും അവിടെ ഇങ്ങനെ കിണറ്റിൽ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കാറ്. ഇങ്ങനെ ഒരിക്കലും കണ്ടോ അവിടെ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ശബ്ദം മോട്ടർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്താ വെച്ചാൽ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെമ്മീൻ മസാല പറ്റിച്ചിട്ടുണ്ട്, കേര മസാല പറ്റിച്ചിട്ടുണ്ട്, മത്തി മസാല പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി അടപ്പത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറും വയറ്റിൽ നമ്മൾ ആദ്യം തന്നെ രാവിലെ എഴുതിച്ച ശേഷം നമ്മൾ തേറുണ്ട് ഗുളിയൊക്കെ കഴിച്ചു. ഇപ്പോൾ ഈ ചെറുനാരങ്ങ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞിട്ട് തേൻ കുടിക്കാനായിട്ട്. അപ്പോൾ അതിന് ചെറിയ കപ്പിലും എനിക്ക് വലിയ കപ്പിലത്തേട്ടാ. ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിനെ കുടിച്ച് പോകുമ്പോൾ നല്ല തേനാട്ടോ, നല്ല അടിപൊളി ചെറുതേനാണ്. നമുക്ക് എവിടെ നിന്ന് മേടിച്ചാലും ഇങ്ങനെ കിട്ടാറില്ല. അങ്ങനെ ഞാൻ തേനൊക്കെ എടുത്ത് നമ്മൾ ആ കലക്കി, ശരിക്കും ആ തേൻ എടുക്കുന്ന സാധനം അത്യാവശ്യം ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ അല്ലേ. നമ്മളിതിൽ എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചു. തേനെടുക്കണത് കാലത്തിൻ്റെ പുരോഗമനത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഇതാവില്ല. അപ്പോൾ ഈ അങ്ങനെ നമ്മൾ തേനൊക്കെ എടുത്തു തുടച്ച് വെച്ചു. അപ്പോൾ അത് ഒറ്റി എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഉറുമ്പ് വരും. അപ്പോൾ നമ്മൾ അതൊക്കെ തുടച്ച് ക്ലീനാക്കിയിട്ട് എടുത്ത സാധനം എടുത്തോടത്ത് തന്നെ വെക്കുക കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ ഒരു തുള്ളി ഒറ്റീന് കേട്ടോ. അതുകൊണ്ട് നന്നായി തുടച്ച് എടുത്തതിന് ശേഷം നമുക്കിത് നേരി ചൂട് കൊടുക്കണം കുടിക്കാൻ. പക്ഷേ എനിക്കിതിപ്പോൾ കുറച്ച് പുളി ഉണ്ടെങ്കിലും നമുക്ക് ലാസ്റ്റ് കുടിച്ചാൽ ഒരു പുളി ഒരു ഇത് വരും അല്ലേ. അന്നാരും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചെറുത്ത നാരങ്ങ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മറന്നു നെക്സ്റ്റ് ഒന്ന് മേടിക്കാൻ മറന്നു. അങ്ങനെ നമ്മൾ അന്നേരം ഇഷ്ടത്തിന് തന്നെയാണ്. ഒരു പുളി ഉണ്ടാകുന്നത് കുറച്ച് നാരങ്ങ വലുതായിരുന്നു. അപ്പം അന്നത്തെ കുറച്ച് പുളി ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ കുടിക്കുന്നത്. ആ ചെറുത്തേൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രസം. എനിക്ക് തോന്നുന്നു നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഉണ്ടേക്കാളും ടേസ്റ്റ് അല്ലേ. തടി കുറയും. അന്നേരം തടി കുറയാൻ ഇഷ്ടമില്ല. അപ്പം അന്നേരം ഇനി കുടിക്കുന്നത് നാളോട്ട് ഞാൻ എനിക്ക് മാത്രം ഇനി വേണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തടി കുറയാൻ നമുക്ക് ചില സാധനം തടി കുറയണത് കുടിക്കുമ്പോഴേ എങ്ങനെ ഇത് കുടിക്കണ്ടേന്ന് വെച്ചാൽ സഹിച്ച് ഗതികേടോണ്ട് കുടിക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് നല്ല ഇഷ്ടത്തോടെ തന്നെ നമുക്ക് കുടിക്കട്ടെ. അത്രയും ടേസ്റ്റാണ്. അയ്യാ, അങ്ങനെ തീർക്കണമെന്നില്ല കേട്ടോ. ഇപ്പം മനുഷ്യ അങ്ങനെ എൻ്റെ ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് വെച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പൊതിച്ചോറിനുള്ള പരിപാടി തുടങ്ങട്ടെ. ഞങ്ങൾക്ക് പൊന്നു പറഞ്ഞു നമുക്ക് പുറത്തേക്ക് തൃശ്ശൂർ പോകേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ശരി, പോണ വഴിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ രാവിലെ എണിച്ച് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നെസ്റ്റോലാണ്. അപ്പോൾ ഈ ഓറഞ്ച് പരിപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ അതൊരു കൗതുകം, ടേസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചത്. പക്ഷേ എനിക്ക് സാധാ പരിപ്പാണ് ടേസ്റ്റ് അല്ലേ. അതല്ലേ, പെട്ടെന്ന് വേവുന്നുണ്ട് കേട്ടോ. കനം കുറഞ്ഞ പരിപ്പാണ്. വെന്ത് വരുമ്പോൾ അത് മഞ്ഞ നിറം തന്നെയാട്ടോ. ഞാൻ ആ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ മേടിക്കാറില്ല. അപ്പോൾ എനിക്ക് ടേസ്റ്റ് മഞ്ഞ പരിപ്പിനോട് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു. ഇത് അത്ര ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് കഴിക്കാനും പച്ചക്കറി കഴിക്കാനും ഒരുപാട് ചുവന്നുള്ളി ആവശ്യം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചുവന്നുള്ളി കുറച്ചുള്ളതൊക്കെ നന്നാക്കി വെക്കുക കേട്ടോ. പെട്ടെന്ന് അത് നന്നാക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഈ പരിപ്പ് വിസിൽ കുറച്ച് കൂടുതൽ അടിച്ചു പോയിട്ട് ഞാൻ മറന്നു. പിന്നെയാണ് എനിക്ക് ഓർമ്മ തന്നെ ഇങ്ങനെ വെളുത്തുള്ളി കുറച്ചുണ്ടായിരുന്നു, അതും നന്നാക്കി. നമ്മൾ എന്തെങ്കിലും ചെയ്യണ നേരത്തെ എന്തെങ്കിലും കാര്യം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ആലോചന വന്ന് നമ്മൾ അടുപ്പത്ത് വെച്ച സാധനം മറന്നു പോട്ടാ. എനിക്കങ്ങനെ പല പ്രാവശ്യം അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന നേരത്ത് പിന്നെ മൈൻഡ് മാറും. അതേപോലെ മിക്സിയിൽ ജാറിൽ 2 തക്കാളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇതൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ ജാറ് നന്നായി അരച്ച് ചാന്ത് പോലെ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നല്ല മീൻകറിക്കുള്ള കൂട്ടാട്ടോ. അപ്പോൾ മറക്കരുത്, തക്കാളി 2 എണ്ണം, ചുവന്നുള്ളി ഒരു 5-10 എണ്ണം, വെളുത്തുള്ളി ഒരു 4-5 എണ്ണം, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടാൽ വേറെ ഒന്നുമില്ല. അതിട്ട് നല്ല ചാന്ത് പോലെ അരച്ചുകൊണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടുപ്പത്ത് ഉപ്പേരിയൊക്കെ മുളകിടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് 2 ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്നിന് മീൻകറി വയ്ക്കാം, ഒന്നിന് പരിപ്പ് ഉപ്പേരി വയ്ക്കാനുള്ള പരിപാടിയിട്ട്. ഈ ചെറിയ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ചട്ടി ആയിരുന്നു. പക്ഷെ അതെങ്ങനെയോ ചിന്നിയിട്ട് ലീക്കായിന്നാ.
കല്ല് പെട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ പൊട്ടിയിട്ട് ഇങ്ങനെ തെറിച്ച് വീണ്ടായിരുന്നു കല്ല്. അതിൻ്റെ ഉള്ളിൽ കല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കുഞ്ഞ് ചട്ടിയൊക്കെ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നല്ല പാകമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചട്ടി. പക്ഷേ അതങ്ങനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച കാര്യം അതങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഫ്ലോപ്പാവും. അങ്ങനെ നമ്മൾ ആ ടിഷ്യൂ എടുത്തിട്ട് ആ വെള്ളം ചട്ടിയിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അപ്പുറത്തെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് നമ്മൾ പരിപ്പ് ഉപ്പേരിക്കാട്ടോ. അപ്പോൾ ചുവന്നുള്ളി ചതച്ചത് ഇട്ടു കേട്ടോ. പരിപ്പ് ഉപ്പേരിക്ക് ചുവന്നുള്ളി ചതച്ചിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. ഇത് പരിപ്പ് കുത്തി കാച്ചിയതാണെന്ന് വെച്ചാൽ അങ്ങനെ കുത്തി കാച്ചണവരുണ്ട്. ഇത് ഞാൻ കുറച്ച് കട്ടിയിലായി കാനാട്ടോ. പരിപ്പ് ഉപ്പേരി എന്ന് പറയുന്നത് കുറച്ച് ഒന്നുകൂടി ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കുത്തി കാച്ചി തന്നെ അതിൻ്റെ ഒരു തന്നെ. അങ്ങനെ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അപ്പുറത്ത് ഉലുവ ഇട്ടു കേട്ടോ. മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു. ഉലുവ പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേശ്ശെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ അരപ്പിലുണ്ടല്ലോ, അങ്ങനെ ഞാൻ കുറേശ്ശെ അരിഞ്ഞുള്ളൂ. ഇഞ്ചി കുറച്ച് കുറച്ചും കൂടി വലിയൊരു കഷ്ണം എടുത്ത് അത് കന കുറഞ്ഞ് അരിഞ്ഞു കേട്ടോ. എന്നിട്ട് അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടു. അത് മൂത്ത് വരുന്നതിൻ്റെ നേരം കൊണ്ട് ഇപ്പുറത്ത് നമ്മുടെ അപ്പുറത്തും ഇളക്കണം ഇപ്പുറത്ത് ഇളക്കണം കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് മൂപ്പായപ്പോൾ ഞാൻ അന്വേഷണ സഹായത്തിന് വിളിച്ചതിനായിട്ട് ഒന്ന് വരും. ആ മീൻകറിയുടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മൾ ഉപ്പേരിയുടെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കുത്തിമുളകാണ് ഇട്ടിടുന്നത്. കുറച്ച് കുത്തിമുളകും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളകും പൊടി കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി പരിപ്പ് കുത്തി കഴിച്ചത് ഉപ്പേരി എന്നൊക്കെ പറയട്ടെ. കുറച്ച് ലൂസ് പോലെ കണ്ട മുളകും പൊടി ഇട്ടു. അതൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല ഡാർക്ക് കളറാവണം കേട്ടോ. നല്ലോണം മൂക്കണം, അല്ലെങ്കിൽ പച്ചശൂര് വരും കേട്ടോ. ഇവിടെ ഒരാളിപ്പുറത്ത് നിന്ന് കൂർക്ക വലിക്കുക ഞാൻ ഡബ് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ പരിപ്പ് വേവിച്ചത് അത് ഇട്ട് കൊടുത്തു. അതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ കറക്റ്റ് നോക്കി. പിന്നെ ഞാനിങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവട്ടെ. പിന്നെ തുള്ളി കൂടി വെള്ളം വെച്ച് ഒന്ന് കുഴമ്പ് രൂപമാക്കുന്നുണ്ട് കേട്ടോ. തുള്ളി കേട്ടോ 2 ടീസ്പൂണത്തോളം വെള്ളം വെച്ച് ഒന്ന് കുഴമ്പ് പോലെയാക്കി ഒന്ന് തള വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പുറത്ത് നമ്മുടെ അരപ്പില്ലേ തക്കാളി ചുവന്നുള്ളി വെളുത്തുള്ളി മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ അരപ്പ് നമ്മൾ ഇതേ മീൻകറിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുടംപുളി ഒരു 5-6 ഇട്ട് കൊടുത്തു. ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തുട്ടാ. ഇനി ഈ മുളകിൻ്റെ കുത്തുമാറിന വരയ്ക്ക് നന്നായിട്ട് ഇളക്കി ആ മുളകിൻ്റെ കുത്തുമാറിന വരയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉലുവപ്പൊടിയാണ് കേട്ടോ ഇട്ടത്. അതിൽ ഞാൻ കുറച്ച് ഉലുവേൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്ത് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ ചീര നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീര ഒക്കെയാണ് കേട്ടോ. ഇതിനെ കാണുമ്പോൾ ഒരുപാട് ഓയിൽ തോന്നും, പക്ഷേ അധികം ഇല്ല കേട്ടോ. നമ്മളത് ആ പാത്രത്തിൻ്റെ ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് നാളികേരം ചെരികീരം പറഞ്ഞുകൊണ്ട് അതിനായിട്ട് നാളികേരം ചെരികേരുന്നുണ്ട് ചീരപ്പേരിക്ക്. അതിൻ്റെ ഇടയിൽ അതിനായിട്ട് മീൻകറി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഞാൻ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇളക്കിക്കോളാം, 2 പണി കൂടി എളുപ്പമല്ലേ. പിന്നെ നമ്മൾ ആ മിക്സിയിൽ ജാറ് കഴുകിയ വെള്ളം ആ മുളകും പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ മിക്സിയിൽ ജാറ് കഴുകിയ ഒരു വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് നന്നായി തിളയ്ക്കണം കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ ഈ പൊതിച്ചോറിലേക്ക് ആയാലും ഈ ഒരു കറി നല്ല കുറുകിയ പോലെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരാൾ കൂർക്ക വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇല്ല, പിന്നെ നമ്മൾ കടുക് ഇട്ടു, ചുവന്നുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു കേട്ടോ. ചീര ഉപ്പേരിയാണ് കേട്ടോ. ചീര ഉപ്പേരി പലരും പല തരത്തിലാണ് വയ്ക്കുക. ഞാൻ ഇങ്ങനെ വയ്ക്കാം കേട്ടോ. കടുക് ചുവന്നുള്ളി പച്ചമുളക് കുത്തിമുളക് ഇനി കുറച്ച് മുളകും പൊടി കൊണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ. നാളികേരം ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ ചീരയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരപ്പേരി സെറ്റ്. മൂടി വെച്ചിട്ട് ചെറിയ തീരിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നമ്മൾ ചീരപ്പേരി റെഡി ആയിട്ട്. പക്ഷേ പലരും പല തരത്തിൽ ഇതിലേക്ക് ഇനി ആവശ്യമെങ്കിൽ 2 കോഴിമുട്ട നട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്കിങ്ങനെ മതി. നല്ല ടേസ്റ്റ് ആട്ടോ ചീരപ്പേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് വന്നു. നമ്മൾ കഴുകിയത് മീൻ മസാല പറ്റിച്ചിട്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ അതെടുത്തിട്ടു. അപ്പോഴേക്കും ഇത് നമ്മുടെ ഇപ്പോഴത്തെ ചീനും ചട്ടിയിൽ നമ്മുടെ വറ്റൽമുളകാണ് കേട്ടോ. ചമ്മന്തിക്കുള്ള വറ്റൽമുളക് വെളിച്ചെണ്ണയിലായിട്ട് ജസ്റ്റ് ചൂടാക്കി എടുക്കട്ടെ ചട്ടിയിൽ. ഈ ഒരു ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ചുട്ട മുളക് കൊണ്ട് ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ലേ. പിന്നെ നല്ല ടേസ്റ്റ്. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളി വറ്റൽമുളക് ഒരു 5-10 അതൊക്കെ എരിവിനനുസരിച്ചിട്ടാണ്.
പിന്നെ കറിവേപ്പില ചമ്മന്തിയിൽ ഞാൻ കറിവേപ്പില ഇടും, അതെനിക്ക് ഇഷ്ടമാട്ടോ. പക്ഷേ ഞങ്ങൾ ഇഞ്ചി ഇടില്ല. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചമ്മന്തിയുടെ ടേസ്റ്റ് മാറുക. പലരും ഇഞ്ചി ഇടുന്നത് കാണുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇഞ്ചി ഇട്ടത് പല ഹോട്ടലിലും കഴിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. നാളികേര ആവശ്യത്തിനിട്ടു, കുറച്ച് ഉപ്പിട്ടു. ഇനി മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അരയണ്ട. പുളി ഇട്ടിട്ട് പുളി അത്യാവശ്യത്തിന് പുളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചമ്മന്തി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. കണ്ട സെറ്റ്. വെള്ളം ഒഴിക്കാണ്ട് നമ്മളിങ്ങനെ കുറേശ്ശെ ചതച്ചെടുത്തു. പിന്നെ നീ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തി സെറ്റ്. നമ്മുടെ മീൻകറി ലാസ്റ്റ് സെറ്റ്. ഞെരുക്കി നമുക്കൊരു കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റായിട്ടാണ്. പിന്നെ നമ്മൾ കാച്ചണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് നമ്മളെ എല്ലാം ഏകദേശമൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. അപ്പോൾ മീൻകറിയിലൊക്കെ സെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് നമ്മൾ ചമ്മന്തി തന്നെയായിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ ചമ്മന്തി ടേസ്റ്റ് ചെയ്തപ്പോഴും അതും ഓക്കെ സെറ്റ്. ഇനി പിന്നെ നമ്മൾ ചീര ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞ് ഞാൻ അല്ലാതെ ഒരേ പാത്രത്തിലാക്കി നമുക്ക് അപ്പുറത്തെ കിച്ചണിൽ കൊണ്ട് വയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതും ഓക്കെ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാണ്. അപ്പോഴേക്കും നമ്മൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അതിലേക്ക് തക്കാളി ചമ്മന്തി ദോശയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയും വറ്റൽമുളകും സബോളയും കുറച്ച് ഉപ്പും സോർക്കും കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് കുത്തിയമുളകും ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങോട്ട് മൂപ്പിച്ചെടുത്ത് അരച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി തക്കാളി ചമ്മന്തി സെറ്റാണ് കേട്ടോ. പിന്നെ നമ്മളത് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചട്ടി അപ്പോഴാണ് നമ്മൾ സത്യമാണ് ചട്ടിക്ക് ഓട്ട വന്നു കേട്ടോ. അതുവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയണ്ട എണ്ണയൊക്കെ പോയിട്ട് അടുപ്പത്തിങ്ങനെ. അപ്പം ഞാനത് വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പേരി മുളകിടാനായിട്ടാണ് അത് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ വാർന്നു പോയിട്ടാണ്. കടുക് പൊട്ടിച്ചു, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ടു കേട്ടോ. നമ്മളിതിൽ കറിവേപ്പിലും കൂടി ഇട്ട് അമരക്കായ ഉപ്പേരിയാണ് ഇട്ടുണ്ടാക്കുന്നത്. എല്ലായിടത്തും അമരക്കായ തന്നെയാണ് പറയാമല്ലേ. അമരക്കായ്ക്ക് അച്ചിങ്ങപ്പയറ മറ്റേ പയറ പച്ചപ്പയർ. അമരക്കായ്ക്ക് വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ അമരക്കായ എന്ന് പറയാം കേട്ടോ. പിന്നെ ഈ കുത്തിയമുളകും പൊടി ഇട്ടു. അങ്ങനെ നമ്മുടെ അമരക്കായ ഉപ്പേരിക്കുള്ള കൂട്ട് സെറ്റ്. ഇനി അതും ചെറിയ തീരിട്ടിട്ടാണ് വേവിച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് അമരക്കായും ചീരയൊക്കെ ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടാൽ മതിട്ട്. ഒരുപാട് ഇങ്ങനെ വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൽ ഉപ്പുണ്ടോ നോക്കി. അപ്പോൾ അതൊക്കെ ഉപ്പ് കറക്റ്റ് അല്ല, കുറച്ച് വേണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയിട്ടാണ്. അപ്പോൾ സെറ്റ്. അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി അപ്പുറത്തുള്ളത് അതും ഒന്ന് വാട്ടി കൊടുത്തു വിട്ടാൽ വേണ്ട. നമ്മൾ ചെറിയ തീരിട്ടിട്ട് മൂടി വെച്ചിട്ട് കഴിക്കാം. ഇതാണ് സ്പെഷ്യലായിട്ടുള്ള സാധനം കേട്ടോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റിലേക്കുള്ള ഒരു പ്രത്യേക തരം റോസ്റ്റാണ് കേട്ടോ. ഒരു പിടി നാളികേരം ഇട്ടുണ്ട്, ചുവന്നുള്ളി ഇട്ടു, വെളുത്തുള്ളി, പെരുംജീരകം, മുളകും പൊടി. ഇതാണ് കേട്ടോ ഞാനിപ്പോൾ കൂട്ടിലിട്ടുന്നത്. മറക്കണ്ട, നാളികേരം, ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, മുളകും പൊടി കേട്ടോ. അതൊക്കെ ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മളിത് അമരക്കായ ഉപ്പേരി റെഡി. പിന്നെ നമ്മളിത് മസാല മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടിയിട്ട് മസാല പറ്റി വെച്ചിട്ടുണ്ടെന്ന് ചെമ്മീൻ കേട്ടോ. അതിലേക്ക് ഈ അരപ്പും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ഈ അരപ്പും പിന്നെ തലേദിവസം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പും കൂടി പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ കേട്ടോ. അതും കുറച്ച് വെള്ളം, വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ചെമ്മീൻ നന്നായി വേവിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോഴത്തെ മത്തി വറുക്കാൻ വേണ്ടിയിട്ട് ചീനിയും ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മുടെ മത്തി വറുക്കാനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കട ചെമ്മീനാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കട ഇതേപോലെ നല്ല ഡാർക്ക് കളറാവണല്ലേ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ആ ചെമ്മീൻ? അതുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമില്ല. ഞാനെല്ലാം നല്ലതെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചെമ്മീൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ. ഒരു കാര്യം ചോദിക്കട്ടെ, കുണുക്കൻ്റെ ലൈഫിലൊരു ആഗ്രഹം കേട്ടോ. കുണുക്ക ഇഷ്ടമുള്ള കാര്യം എന്താ? ഇവിടെ ഒന്ന് പറയണം. പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് അവന് ഭയങ്കര ഇഷ്ടം. പൊതിച്ചോറ് ഉണ്ടാക്കി പോവുക, പുറത്ത് പോയിട്ട് തൃശ്ശൂർ ഗ്രൗണ്ടിൽ എവിടെ നിന്ന് കഴിക്കുക അല്ലേ. അത് എപ്പോഴും പറയട്ടെ, പൊതിച്ചോറ് ഉണ്ടാക്കി എന്നോട് ആദ്യം നമുക്ക് പോവാം, അത് ഉണ്ടാക്കിയിട്ട് പോവാം, പുറത്ത് പോയിട്ട് കഴിക്കുക എന്നാ. പിന്നാള് പൊതിച്ചോറ് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഞാൻ തരിക്കട പൊതിച്ചോറ് ഉണ്ടാക്കി അവനെ സമാധാനിപ്പിച്ചോട്ടാ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അവൻ്റെ ആഗ്രഹം പോലെ അവൻ വിചാരിച്ച പോലെ നല്ലൊരു പൊതിച്ചോറ്. ഹാപ്പി രാവിലെ എണിച്ചപ്പോൾ കുണിക്കൊന്നും വേണ്ട കേട്ടോ, തല്ലുണ്ടാക്കാനുള്ള ഒരു വരവായിരുന്നു. അതായത് അവൻ 2 ദിവസം എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ദോശയും ചിക്കൻ കറി വേണം രാവിലേക്ക് കേട്ടോ.
അപ്പം ഇന്ന് രാവിലെ പിന്നെ രാവിലെ ദോശ ഉണ്ടാക്കുമ്പോഴേ ഞാൻ നേരിടണം ചിക്കൻ കറി ആണ് ആശം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നേരെ ഞങ്ങൾക്ക് തൃശ്ശൂർ പോകണം. അപ്പോൾ കുണക്ക് കഴിച്ചപ്പോൾ എന്താ ഫുഡ് വെച്ചപ്പോൾ ദോശയും ചമ്മന്തി ചട്നി മീൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി ഇല്ലല്ലേ, ഞാൻ ചിക്കൻ കറി ഇല്ല പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഉണ്ണിയ നമുക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് തൃശ്ശൂർ പോയിട്ട് കഴിക്കാനാണ്. പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവസ്ഥ എന്ന് വെച്ചാൽ അവനത് കേട്ടോടുകൂടി അവൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി കാട്ടുകൊടുത്താലും ഒക്കെ എല്ലാവർക്കും. അപ്പോൾ ചോറ് വാര വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല കേര മുളക് ഇട്ട് തക്കാളി അരച്ച് വറ്റിച്ച് വെച്ചാൽ കുറുകിയ കറി ഇട്ട്. നമുക്ക് പൊതിച്ചോറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല കുറുകിയ കറി വേണം കേട്ടോ. പിന്നെ നല്ല പരിപ്പ് ഉപ്പേരി കേട്ടോ, അത് നല്ല വെന്തുടഞ്ഞ പരിപ്പ് ഉപ്പേരി, അതാണ് ഇഷ്ടം. പിന്നെ ഓംപ്ലേറ്റ്, അമരക്കായ ഉപ്പേരി, എല്ലായിടത്തും അമരക്കായ എന്നാണ് പറയുന്നത് അറിയില്ല, നമ്മളാണ് അമരക്കായ എന്ന് പറയാം. അത് ഉപ്പേരി, പച്ചച്ചീര ഉപ്പേരി, ചമ്മന്തി, മത്തി വറുത്തത്, നമ്മുടെ ചെമ്മീൻ ഒരു സ്പെഷ്യൽ റോസ്റ്റ് ആട്ടോ, നല്ല. പിന്നെ ഞാൻ മാങ്ങാച്ചാറ് ഉണ്ടാക്കാന്ന് വെച്ചു, പക്ഷെ നേരില്ല. അതുകൊണ്ട് നമ്മൾ മേടിച്ച അച്ചാറിൽ അവസാനിപ്പിക്കാന്ന് വെച്ചോട്ടാ, വയ്യാണ്ടേ അതുകൊണ്ടാ. അപ്പൊ പൊതിച്ചോറ് പൊതിയുണ്ട് കൊടുക്കാം. എന്റെ മുടി അയച്ചിട്ട് അച്ഛനെ കെട്ടിയേക്കാത്ത ചോദിക്കണ്ടല്ലേ, കെട്ടി വെച്ചിട്ടുണ്ട്. ആ തുണ്ടമുടിയൊക്കെ മുന്നിലേക്ക് വരട്ടതാണ്. അവിടെ അപ്പൊ തോത്തിയപ്പോ പോയി. ഇതെന്ത് മരുന്ന് കാട്ടോടുത്ത പോയിട്ട് എന്ത് പാല, എന്ത് പാല, ജപമാല. ജപമാല, ജപമാല. അവിടെ കാണിക്കും ഞാൻ വെള്ളമാണ് നല്ല കാണുന്നു. അങ്ങോട്ട് കുറച്ചും പിന്നെ ആ എന്ത് മാല കുളിക്ക് പറഞ്ഞ കുണിക്ക് അങ്ങനെയൊക്കെ പറയാറ്. അങ്ങനെ ഈ ആദ്യത്തെ നമ്മുടെ കുണുക്കമോന് വേണ്ടിയിട്ടാ. കുണുക്ക ഫുള്ള് കഴിച്ചില്ലെങ്കിൽ നമുക്ക് കഴിക്കാലോ. ഈ പൊതിച്ചോറ് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് പറയുക, ചീരപ്പേരി കഴിക്കില്ല, അമരക്കായ ഉപ്പേരി കഴിക്കില്ല, മുട്ട ഓംപ്ലേറ്റ് കഴിക്കില്ല. പക്ഷേ ഈ പൊതിച്ചോറ് ഉണ്ടാക്കി എല്ലാ കറികളും, അല്ല ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കറികളും കുണുക്കൻ കഴിക്കൂട്ട. അല്ലെങ്കിൽ കുണുക്കന് അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ ആട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എല്ലാ പച്ചക്കറികളും അവരകത്ത് ചെല്ലും. ഇത് ആദ്യം നമ്മൾ ചമ്മന്തി ഇട്ടതിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കേണ്ട, ആ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കാട്ടിത്തരാം. പക്ഷെ അത് മനസ്സിലാവും, അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി മാത്രം വേണ്ട കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ആ കൂട്ടി ഞാൻ പറഞ്ഞു തരാം. ചെമ്മീൻ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പുരട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നാളികേരം ഒരു പിടി എടുക്കുക. അതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, മുളകും പൊടി, നുള്ളുപ്പിടുക. എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചെമ്മീനിൽ പരട്ടിയിട്ട് അത് ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കറിവേപ്പിലിട്ട് നന്നായി വേവിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക. കട ഈ ഒരു നേരം കണ്ട കറക്റ്റ് ഇവിടെ ചെമ്മീൻ്റെ റോസ്റ്റ് പറഞ്ഞപ്പോൾ കറക്റ്റ് വന്ന് പറയാം. ഈ ഒരു പാകമാവണേരെ മൂപ്പിച്ചുകൊണ്ട് എടുത്താണ്ടല്ലോ ചോറിലേക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം ചെമ്മീൻ മേടിച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചോണം അല്ലേ. വേറെ കറികളൊന്നും, ചെറിയ ചെമ്മീൻ അല്ലെങ്കിൽ ഇത് ചതച്ചാലും മതിയാവും, ഒന്ന് ചതച്ചെടുത്താലും മതിയാവും. അങ്ങനെ നമ്മുടെ ഇത് പൊതിച്ചോറ് സെറ്റ് ചെയ്യാട്ടോ. അത് നമ്മളറിയാം എത്ര കഴിച്ചാലും മതിയാവാത്തൊരു കാര്യമാണ് കേട്ടോ പൊതിച്ചോറ്. അതിൽ പൊതിച്ചോറിൽ മെയിനാണ് കേട്ടോ ഈ പുളിയിഞ്ചി ഉള്ളപ്പോൾ ഇടാൻ. എന്താ വെച്ചാൽ നമ്മൾ ഈ എല്ലാ കറീനും ഒന്ന് ബാലൻസ് ചെയ്യില്ലേ, മധുരം എരിവും പുളിയും.
എല്ലാ കറികളും കഴിക്കാനായിട്ട് ഇതൊന്നും കഴിച്ചില്ല, അത് വേറൊരു ടേസ്റ്റ് വരിക അല്ലേ? ഇത് ചോറിലേക്ക് മാത്രല്ല, ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വെള്ളയപ്പത്തിനും ഏത് ഇത് ചെമ്മീൻ റോസ്റ്റിന് സെറ്റാണ് മസാല, അടിപൊളി മസാല. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഒരുപാട് പണിയില്ല. ഈ ഗൾഫിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ സുഖമായിട്ടോ, ഒരുപാട് പണിയെടുത്ത് കഷ്ടപ്പെടേണ്ട. വലിയ ചെമ്മീനെ കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് കത്തി കൊണ്ട് കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് നുറുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഈ നാളികേരത്തിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര ടേസ്റ്റ്. അതേപോലെ ചെമ്മീനോട് പരിപ്പാട് ഉണ്ടാക്കും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ എന്നും വിചാരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരാമെന്ന്, പക്ഷേ മറക്കണം. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ. ചെമ്മീൻ വെച്ചിട്ട് പരിപ്പാട, അതും ഭയങ്കര ടേസ്റ്റാണ്. അറിയാത്തവർക്ക് കേട്ടോ, അറിയണവരുണ്ടാക്കിയോളൂ, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഫുഡുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക വെച്ചാൽ അതൊരു, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമാട്ടോ നല്ല നല്ല ഫുഡ്. അത് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് കിട്ടുക. കണ്ട നമ്മുടെ മീൻകറിയാണ്, നല്ല കുറുകനുള്ള മീൻകറി കേട്ടോ, അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നില്ല. തക്കാളി അരച്ചിട്ട് അത് പറഞ്ഞാൽ ദോശയ്ക്ക് രാവിലെ ഓർമ്മ അന്ന് നമ്മൾ കഴിച്ചത്, ദോശയ്ക്ക് ആ മീൻകറി കൂട്ടിയിട്ട്. അങ്ങനെ ആദ്യത്തെ പൊതിച്ചോറും ഇവിടെ കുണുക്കുമ്പോന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതിൽ കുറച്ചൊക്കെ കൂടിയാലും ഞാൻ ഇവരുടെ വെള്ളിയാനാണ് ഇരിക്കുന്നത്. എനിക്കറിയാൻ പൊതിച്ചോറ് പൊതിയുന്നില്ല, എല്ലാവരും വെള്ളിയിൽ കുണുക്കന് നല്ല മത്തി വറുത്തത്, ചെമ്മീൻ റോസ്റ്റ്, നാരങ്ങ അച്ചാറ്, ചമ്മന്തി, പുളിയിഞ്ചി, പരിപ്പുപ്പേരി, കായുപ്പേരി, ചീരുപ്പേരി, ഓംപ്ലേറ്റ്, പിന്നെ കുണുക്കൻ്റെ ഫേവറേറ്റ് ആണ് മീൻകറി കേട്ടോ, മത്തി വറുത്തത്. അന്തസ്. അങ്ങനെ നമ്മുടെ ഈ പൊതിച്ചോറൊന്ന് സൂം ചെയ്ത് ഒന്ന് നോക്കി നോക്കി, നിങ്ങൾക്ക് കണ്ടിട്ട് കൊതിയുണ്ട്, സത്യം പറഞ്ഞോളൂണ്ട്. ഉണ്ടാക്കി കഴിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ ടൈപ്പ് എഡിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ കൊതിയാവട്ടെ കാണുമ്പോൾ. ഇതിപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ, എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പൊതിച്ചോറ് ഇങ്ങനെ ആളെ വീതം എല്ലാവർക്കും പൊതിയേട്ടാ. പൊന്നു ഷെബി കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞതവർ, പിന്നെ അവരെത്തുന്നത് രാത്രിയാട്ടാ. അങ്ങനെ നമ്മുടെ വീട്ടിൽ അന്നൊരു ചേച്ചി പണിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്കുള്ള, ചേച്ചിന്ന് ഞാൻ പറയുമ്പോൾ പിള്ളേരുടെ അടുത്ത് തന്നെ പറയാം ബിന്ദുവിൻ്റെ പ്രായമുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ആൾ പണിക്കുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കുള്ള പൊതിച്ചോറ് പൊതിഞ്ഞു. കുണിക്കുമ്പോൾക്ക് മീൻകറി വേണ്ടതെന്ന് പറഞ്ഞാൽ കുണിക്കുമ്പോൾക്കൊക്കെ കുറേശ്ശെ ഇട്ടിട്ടാണ് ഞാൻ ചോറ് പൊതിഞ്ഞു. പക്ഷെ അവൾ ഉപ്പേരികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കട്ടെ. അവൾക്ക് മീൻകറി ഇഷ്ടക്കുറവൊന്നുമില്ല. ചില നേരത്ത് മൂപ്പരൊരു അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ്. അങ്ങനെ ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റാവാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. അല്ല, കഴിക്കേണ്ട ഒരു നേരമുണ്ട് നമുക്ക്. ആ ചോറ് പൊതി ഇങ്ങനെ, അത് പണ്ടും അതായിരുന്നു. നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മമാർ ഭക്ഷണം ഇങ്ങനെ പൊതിഞ്ഞ് ഉച്ചയാവാൻ വേണ്ടി കാത്തിരിക്കും ഇല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്. അത് വേറെ ലെവല. അത് സ്കൂളിലേക്ക് ചോറ്റും പാത്രത്തിന് ചോറ് കൊണ്ടുപോയി മുതൽപ്പേര്, അതിൻ്റെ മുട്ട പ്ലേറ്റിൻ്റെ അത് തുറക്കുമ്പോൾ തന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണ്. ഉച്ചയ്ക്ക് തന്നെ ഉച്ചയാവാൻ വേണ്ടി കാത്തിരിക്കും. അതേപോലെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു വെള്ളയപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് അമ്മ വെള്ളയപ്പം കടലക്കറി ഭയങ്കര ടേസ്റ്റാണ്. ഈസ്റ്റ് ഇട്ടിട്ടല്ല കേട്ടോ, അപ്പഷോടില്ല, അതിട്ടിട്ടാണ് എൻ്റെ അമ്മ വെള്ളയപ്പം ഉണ്ടാക്കുക. ഉഴുന്ന്, നാളികേരം, ചോറ് അങ്ങനെയൊക്കെ ഇട്ടിട്ടൊരു ഉലുവ വേറെ അതിട്ടിട്ടുള്ള ആ ഒരു വെള്ളയപ്പം ഉണ്ടല്ലോ എൻ്റെ പൊന്നു. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അത് വേറെ അല്ല, തലേദിവസം രാത്രി അരച്ച് വയ്ക്കണം കേട്ടോ. അതും കടലക്കറിയും. ആ ഉച്ച നേരത്തെ ആ ഒരു ചോറ്റും പാത്രം തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണം ഉണ്ടല്ലോ എൻ്റെ പൊന്നു. അതുവരെ ഞാൻ കൂടുതലും സ്കൂളിലേക്ക് ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ കൊണ്ടുപോകട്ടെ, സാമ്പാർ, വഴുതിനിങ്ങ ബജ്ജി അങ്ങനെ കൂടുതലും അതാണ് കൊണ്ടുപോകട്ടെ. ഇപ്പം ഞാൻ കുണിക്ക് പയറുപ്പേരിയും ഓരോ ഉപ്പേരികളും വെച്ച് കഴിച്ച് ശീലിപ്പിക്കട്ടെ. എന്താ വെച്ചാൽ അവർ ഈ ഉപ്പേരികൾ കൂട്ടി ചോറുണ്ടെങ്കിൽ കുറവാണ്. മീൻകറി, മീൻ വറുത്തത്, അങ്ങനെ മുട്ട ഓംലേറ്റ് ഒന്നും അതിനെ പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ എന്നെ കൊടുത്ത് ശീലിപ്പിച്ചു തുടങ്ങുക. എന്താ വെച്ചാൽ ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത്ര നാൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഉച്ചയാകുമ്പോൾ അവർ വീട്ടിലേക്ക് വരും. ഇനിയിപ്പോൾ 3:30 വരെ 4 മണി വരെയൊക്കെ ക്ലാസ്സുള്ള കാരണം അവർ ഉച്ചയ്ക്കിരിക്കണ്ടേ. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുത്തേക്കുമ്പോൾ അവരെന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് കൂട്ടി കഴിച്ചില്ല രണ്ടാളും. പയറുപ്പേരി ഇഷ്ടമായിട്ട് ഞാൻ ഓരോന്നുണ്ടാക്കി അത് കഴിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അവരത് കഴിക്കുമല്ലോ എന്നുള്ളൊരു സമാധാനം കേട്ടോ. കുണിക്ക് പിന്നെയും ഉപ്പേരികളൊക്കെ കൂട്ടും. കുണുക്കൻ അങ്ങനെ എല്ലാ കറികളും കൂട്ടില്ല. കുണുക്കന് ചിലതൊക്കെ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ദോശയൊക്കെ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ.
ഞാൻ പറഞ്ഞു ഒരാഴ്ച എൻ്റെ ബാക്കിൽ കണ്ടൊരു ചിക്കൻ കറി ഉപ്പേരിയൊക്കെ ചിക്കൻ കറി ദോശ ചോദിക്കണം. സത്യമാണ് ഇന്നാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പണിയാണ് ദേവിയെ ചോറ് കവറിലാക്കിയിട്ട് നമ്മൾ ടൗണിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ അടുക്കള ക്ലീനിങ് ആണ് ഇട്ടത്. ഒരാൾ ഉരച്ചിരിക്കുന്നുണ്ട്. ഈ വൈറ്റ് ഗ്രാനൈറ്റ് ഇടുന്നവരൊന്നും ശ്രദ്ധിക്കുക. അടുക്കള ഇങ്ങനെ തുടച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും പറയാണ് ഗ്രാനൈറ്റ് വൈറ്റ് അടുക്കളയ്ക്ക് നല്ല ഭംഗിയാണ്, നല്ല ഷോയാണ്, അല്ലാതെ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല കേട്ടോ. നല്ല ക്ലീൻ ആക്കണവർക്ക് മാത്രമാണ് വൈറ്റ് പറ്റുള്ളൂ. വീട്ടിൽ പണിക്കാരൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല. നമ്മൾ തന്നെ എല്ലാം പണികൾ ചെയ്യണം. ജോലിക്കാർ വൈറ്റ് ഇടാം. ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തൊരു കിച്ചൺ കൂടി വേണം. നമ്മളെല്ലാം യൂസ് ചെയ്യാനും അപ്പുറത്തെ കിച്ചൺ ഓപ്പൺ കിച്ചണൊക്കെ പണിയുമ്പോൾ വൈറ്റ് ഇട്ടോ. അത് ജസ്റ്റ് ഇതുപോലെ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഒന്നൊക്കെ ഇതിൽ വെക്കുള്ളൂ. അതുപോലെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി പോയി മുളകും പൊടി ഇതൊക്കെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പണിയാട്ടൊക്കെ കഴിക്കാൻ. നമ്മളിത് ഇത് വെക്കുമ്പോൾ ഇതില് പണിയുമ്പോൾ അവിടുത്തെ കുട്ടി പറഞ്ഞു കേട്ടോ വയറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി ഞാനിങ്ങനെ 2 നേരം 3 നേരം ഇങ്ങനെ കഴുകി നിൽക്കുന്ന ഒരാളാണ്, അങ്ങനെ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കണവർക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നോക്കണം ഞങ്ങൾക്കടക്കം പറ്റുന്നില്ല. എന്തെങ്കിലും ചെറുതായിട്ടൊരു പൊടി വന്നാൽ അവിടെ ഇവിടെയൊക്കെ കാണും മൊത്തത്തിൽ. നമുക്കിങ്ങനെ ക്ലീനായി എപ്പോഴും ഇരിക്കണം എന്നുള്ളവർക്കാണ്. പോവാൻ പറ്റിയില്ല കേട്ടോ. നാളെ പോകണമെന്നൊക്കെ വെച്ചു. പുറത്ത് പോയി കഴിക്കാൻ വേണ്ടി പൊതിഞ്ഞ് വെച്ച ചോറ് കവറിലൊക്കെ ആക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാത്തതിന് ഒരുത്തപ്പേണെങ്കിൽ 8 ഇഞ്ച് ഇരിക്കുക. ചോറ് വേണ്ട കേട്ടോ. അവൻ്റെ പൊതിച്ചോറാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് കുണിക്കുമ്പോഴുള്ള പൊതിച്ചോറ് തുറക്കാം അല്ലേ. കുണിക്കുമ്പോഴുള്ള പൊതിച്ചോറ് മീൻകറി ഉണ്ടാവില്ല കേട്ടോ. മീൻകറി ഇഷ്ടമല്ല. ഇതാണ് പൊതിച്ചോറ്. മോനെ എന്താ സംഭവം. അങ്ങനെ ഈ കുണിക്കുമുള്ള പൊതിച്ചോറൊക്കെ തുറന്നു. അടുത്ത് നമ്മുടെ അനിയേട്ടനുള്ള പൊതിച്ചോറാട്ടോ. അപ്പം അനിയേട്ടൻ്റെ പൊതിച്ചോറിൽ തന്നെയാണ് ഞാനും കഴിയിട്ട് പോകുന്നത്. ഉദ്ദേശിച്ചിട്ട് ഞാൻ ഒരുപാട് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് കുറേശ്ശെ എടുത്ത് കഴിച്ചാൽ എൻ്റെ കാര്യം കഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് ചോദിക്കും. വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും ഞാൻ ഫുഡ് ഇപ്പോൾ എല്ലാതും കഴിക്കും. പക്ഷേ വളരെ കുറവ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ദോശയും ഒരു കുഞ്ഞ് പീസ് ചിക്കൻ കഷ്ണവും തരി ചട്നിയാണ് ഇട്ടത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം അങ്ങനെ ഓരോ ദിവസം അങ്ങനെ തള്ളി നീക്കി പോകണ്ടേ. വിശപ്പ് ഇപ്പം നല്ല വിശപ്പുണ്ട് കണ്ടോ. ഇതുകൂടി കാണുമ്പോൾ വിശപ്പ് കൂടി വരിക. അങ്ങനെ ഇന്നലത്തെ രാത്രിത്തെ ഫുഡും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല പയറ് കുത്തി കാച്ചിയതും. പണ്ടൊക്കെ അമ്മ ഇങ്ങനെയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ രാത്രിക്ക് ഒരു നേരത്തേക്ക് അമ്മ പരിപ്പ് കുത്തി കാച്ചിയത് ഉണക്കമീനും പട്ടത്തിയൊക്കെ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പയറില്ലേ ഉണക്കപ്പയർ കുത്തി കാച്ചിയതും ഉണക്കമുള്ള വറുത്തതും ചമ്മന്തി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഫുഡ്. എങ്ങനെയുണ്ടായിരുന്നു ഡാനിയാണ് ടേസ്റ്റ് ചെയ്യുന്ന ഫുഡ്. നല്ല പയറും കിട്ടി, നല്ല ടേസ്റ്റ്. ഈ ഫുഡ് എങ്ങനെയുണ്ടെന്ന് വെച്ച് അടിപൊളി. നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അറിയില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. എത്ര എങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അരിയിൽ പൊതിഞ്ഞാലും അത് തുറന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എന്തായാലും. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, ഒരു നല്ലൊരു ഉണക്കമാന്തർ വറുത്തത്, ഒരു ചമ്മന്തി, ഒരു ഓംപ്ലേറ്റ് കൂടിയിട്ട് പൊതിഞ്ഞ് കഴിച്ചാലും ആ പൊതി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ എത്രയും കറികളാകുമ്പോൾ പറയണ്ടല്ലോ. എനിക്കങ്ങനെ ഒരു 10 കൂട്ടം കറികൾ ഈ പൊതിച്ചോറിലുണ്ട്. അതായത് ചീരുപ്പേരി, അമരക്കായ ഉപ്പേരി, മീൻകറി, മീൻ വറുത്തത്, ഓംപ്ലേറ്റ്, ചമ്മന്തി, ചെമ്മീൻ റോസ്റ്റ്, പുളിയിഞ്ചി, അച്ചാർ, പിന്നെ എന്നോട് ഉണ്ടല്ലോ 10 ഞാൻ കൂട്ടിയിട്ട് ഇല്ലേ
ഒന്നുകൂടി കൂട്ടിയോ കേട്ടോ. പരിപ്പുപ്പേരി, പരിപ്പുപ്പേരി, ചീരുപ്പേരി. പരിപ്പുപ്പേരി, ചീരുപ്പേരി. ഞാൻ ചെമ്മീൻ ഒരു പ്രത്യേക തരം റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ മസാല മാത്രം കൂട്ടി ചോറിനൊരാകില്ല. അപ്പോൾ നമ്മുടെ കുടിക്കുമ്പോൾ കാരണം ചെമ്മീനോട് അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ കുടിക്കുക ആ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഭാഗം മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് റൈസിൽ ഇങ്ങനെ പരട്ടി ഇനി കഴിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ രണ്ടാണോ വാ ഞങ്ങൾ കിടക്കുന്നോർത്താണല്ലോ മുടിയിലെ കോളുണ്ട്. ചെമ്മീൻ്റെ മസാല നല്ല രസമുണ്ടല്ലേ. ചെമ്മീൻ്റെ രസല്ലേ. ഇത്ര പ്രത്യേകതരം മസാല കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണ കുട്ടികൾക്കൊക്കെ ഈ ചെമ്മീൻ കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെയുള്ളവരുണ്ടോ. ചിലർക്ക് തന്നെ മീനെ കുട്ടി കഴിക്കാൻ ഒരു ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പൊന്നും ഷേബിയും കാത്തുകൊണ്ട് രാത്രി 7 മണിയാകുമ്പോൾ വന്നിട്ട് അവരെ രണ്ടാളെ പൊതിച്ചോറ് അവരെടുത്ത് കഴിക്കട്ടെ. അപ്പോൾ കാർത്തുമ്മ ഇങ്ങനെ പൊതിയൊക്കെ തുറക്കുന്നതുകൊണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടത്തിലാണ് ഇട്ടിരിക്കുന്നത്. അവളുടെ ഇഷ്ടം കണക്ക് തന്നെയാണ്. ചില നേരത്ത് കഴിക്കും, ചില നേരത്ത് കഴിക്കില്ല കേട്ടോ. കാർത്തുമ്മയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പൊന്നും ഷെബിയും വയറ് നിറയെ ഫുഡ് കഴിച്ചു. അവർ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി അവർക്കായിട്ട് ഉണ്ടാക്കി പൊതിഞ്ഞ് വെച്ചിട്ട് അവർ വന്ന് കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുക. അങ്ങനെ രാത്രി വന്ന് അവർ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ആ രാത്രി ഉച്ചയ്ക്ക് ആ ഫുഡ് 2 മണിക്ക് കഴിച്ചതാണ്. പിന്നെ രാത്രി ഞങ്ങൾ അന്നൊന്നും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു ഈ 7 മണി നേരത്തെ തന്നെ. പിന്നെ ഒന്നും ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഏതിനും ഒരു നേരം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ നേരത്തേക്കൊന്നും ആർക്കും ഫുഡ് വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനിയിപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നാളത്തെ വീഡിയോ എന്ന് വെച്ചാൽ മുത്തര കൊണ്ടുള്ള രസമാണ് കേട്ടോ. അതധികം പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളി ചിക്കൻ കറി മുത്തരയുടെ രസമൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.